ലെബനനിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. തെക്കൻ ബെയ്റൂട്ടിൽ വ്യാപക ബോംബാക്രമണം തുടരുന്നു. പ്രദേശത്ത് ഇന്നും കൂട്ടപ്പലായനം തുടരും. അതേസമയം ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറച്ച നിലപാട് വ്യക്തമാക്കി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്താൻ നിർദ്ദേശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയത്. ഒരു രാജ്യത്തിനും അംഗീകരിക്കാനാകാത്ത ഇത്തരം അക്രമങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അധികാരമുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. I have a message for President Macron. Today, Israel is defending itself on 7 fronts against the enemies of civilization. We're fighting in Gaza against Hamas, those savages who murdered, raped, beheaded, and burned our people on October 7th. We're fighting in Lebanon against Hezbollah, the most heavily armed terror organization in the world, which was planning an even greater massacre than October 7th on our northern border, and that has rocketed Israeli towns and cities for nearly a year. We're fighting against the Houthis in Yemen and the Shiite militias in Iraq and Syria that together have launched hundreds of drones and missile attacks against Israel. We're fighting against terrorists in Judea and Samaria who are trying to murder civilians in the heart of our cities. And we're fighting against Iran, which last week fired over 200 ballistic missiles directly at Israel, and which stands behind the 7-front war against Israel. As Israel fights the forces of barbarism led by Iran, all civilized countries should be standing firmly by Israel's side. Yet President Macron and some other Western leaders are now calling for an arms embargo against Israel. Shame on them. Is Iran imposing an arms embargo on Hezbollah, on the Houthis, on Hamas, and on its other proxies? Of course not. The axis of terror stands together. But countries who supposedly oppose this terror axis call for an arms embargo on Israel. What a disgrace. Well, let me tell you this. Israel will win with or without their support. But their shame will continue long after the war is won. For in defending ourselves against this barbarism, Israel is defending civilizations against those who seek to impose a dark age of fanaticism on all of us. Rest assured, Israel will fight until the battle is won, for our sake and for the sake of the peace and security of the entire world. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, നമ്മൾ ഉറങ്ങിയ രാത്രി പശ്ചിമേഷ്യയിൽ ഇന്നലെ സംഭവിച്ച എന്താണ്? കൃഷ്ണരാജ്, നമ്മൾ ഉറങ്ങിയ രാത്രിയിൽ പശ്ചിമേഷ്യയിൽ അതിശക്തമായ ആക്രമണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം തുടരുക തന്നെയാണ് ഇസ്രായേൽ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇക്കഴിഞ്ഞ ദിവസമാണ് പുതിയ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നത്. സഫീദിയുടെ കൊലപാതകം, അതായത് ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയായ സഫീദിയെ ഇന്നലെ 2 ദിവസം മുമ്പ് വധിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എങ്കിലും ഇക്കാര്യം കൃത്യമായി പുറത്തുവിട്ടത് ഇന്നലെയാണ്. അതായത് ഹിസ്ബുള്ളയുടെ എല്ലാ നേതാക്കളെയും, തുടർച്ചയായി ഹിസ്ബുള്ളയുടെ നേതാക്കളെയും അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ നേതാക്കളെയും ഹമാസിൻ്റെ നേതാക്കളെയും തുടർച്ചയായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, സംസ്കൃത ലോകത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത നികൃഷ്ടമായൊരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ശക്തമായ ആക്രമണം നടത്തി 181 മിസൈലുകൾ എന്നാണ് കൃത്യമായ കണക്കുകൾ പുറത്തു വന്നത്. സാങ്കേതികമായി അത് 200ഓളം മിസൈലുകളുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 181 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തുടർച്ചയായി ഇറാൻ വർഷിച്ചത് എന്ന് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത് ഇറാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ പോലും ആക്രമണം ഉണ്ടായേക്കാമെന്ന കൃത്യമായൊരു സൂചന തന്നെയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന നിലപാട് ഉറച്ചു പറയുക തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം കൂടി ഇപ്പോൾ നമ്മൾ കേട്ട ആ പ്രഭാഷണത്തിൽ നിന്നും, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഭാഷണത്തിൽ നിന്നും കൃത്യമായൊരു സന്ദേശം ഫ്രാൻസിന് നൽകുന്നുണ്ട്. കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഈ ഹമാസിനെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിനെ എതിർത്തുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിൻ്റെ നിലപാട്, ഇസ്രായേലിൻ്റെ നിലപാട്, ആ നിലപാടിനെ എതിർത്തുകൊണ്ടാണ് കൃത്യമായും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
തങ്ങൾക്ക്, അതായത് ഇസ്രായേലിനെതിരെ ആയുധ നിരോധനം അല്ലെങ്കിൽ ആംസ് എംബാഗോ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. ഈ ആയുധ നിരോധനം നടപ്പാക്കുമ്പോൾ ഇറാൻ താങ്കൾ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹമാസ്, ഹൂതി വിമതർ, ഇത്തരത്തിലുള്ള സിറിയയിലെ സംവിധാനങ്ങൾ, ഇതിലൊന്നും ഇവർക്കൊന്നും ആംസ് എംബാർഗോ ഉണ്ടാക്കുന്നില്ല, അതേക്കുറിച്ച് നിങ്ങൾക്ക് ആങ്സൈറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു ആശങ്കയൊന്നുമില്ല എന്ന വളരെ കൃത്യമായൊരു നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരായ യുദ്ധം അതിശക്തമാക്കാനുള്ള സാധ്യത തീർച്ചയായും ഉയർന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, എയർബോൺ സർവീലൻസ് സംവിധാനങ്ങൾ, അതായത് നമ്മുടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായ വിവര സംവിധാനങ്ങളെക്കാൾ കുറെ കൂടി ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ചില ആയുധ പ്രതിരോധ സന്നാഹങ്ങൾ ഇസ്രായേലിന് നൽകാനുള്ള നീക്കം നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി അതിൻ്റെ കമാൻഡൻറ്റുകൾ ഇസ്രായേലിലെത്തുന്നു. അതുപോലെ തന്നെ എയർബോൺ സർവീലൻസ്, അതായത് ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഗൊലാൻ കുന്നുകളിലെയും അതുപോലുള്ള സംവിധാനങ്ങളിലെല്ലാം തന്നെ മറഞ്ഞിരിക്കുന്ന ഭീകര സ്വഭാവമുള്ള സൈനിക കേന്ദ്രങ്ങളെ കൃത്യമായി കണ്ടെത്തുന്നതിനുള്ള, നിലത്തു നിന്നല്ല ആകാശത്തു നിന്ന് നിരീക്ഷിക്കുന്നതിനുള്ള എയർബോൺ സംവിധാനങ്ങൾ. അതായത് ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ, നിലപാട് വ്യക്തമാക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു.